ശബരിമലയിൽ അയ്യനെ കാണാൻ ഇങ്ങനെ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ ദർശനം നടത്തിയത് 95,690 പേരാണ്. മകരവിളക്ക് മഹോത്സവത്തിന് ഇനി 5 ദിവസം മാത്രമാണ് ബാക്കി. ഈ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്താൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ചില ഭക്തരെയൊക്കെ മടക്കി അയക്കുന്നു, പാസ് ഉള്ളവരെ അടക്കം മടക്കി അയക്കുകയാണ്. ഈ ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണോ? എന്താണ് ശബരിമലയിലെ അവസ്ഥ? സ്വാമി ശരണം. ഭക്തജന തിരക്ക് ഇന്നും തുടരുക തന്നെയാണ്. കാരണം ഇന്നലെ മാത്രം 95,690 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. പമ്പ മുതൽ ഇങ്ങോട്ട് സന്നിധാനം വരെ പ്രത്യേക നിയന്ത്രണം ഉണ്ട്. മരക്കൂട്ടം വഴി ആണ് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിന്നും ഓരോ ബാച്ചുകളായിട്ടാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു തിരക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇനി മകരവിളക്കിന് വെറും 5 ദിവസം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഭാഗമായുള്ള ഒരു തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള ആലോചനകൾ ഉണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പ്രത്യേകിച്ച് നിലയ്ക്കൽ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലയ്ക്കലിൽ വാഹനങ്ങൾ അടക്കം നിയന്ത്രിച്ച് ആ രീതിയിലായിരിക്കും കൂടുതൽ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തി വിടുക. അതായത് കൃത്യമായി തന്നെ നിയന്ത്രണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇനി വരും ഭക്തർ ഈ സന്നിധാനത്തേക്ക് വരുമ്പോൾ പല ഇടങ്ങളിലും തമ്പടിച്ച് കൂടി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതായത് ഈ മകരവിളക്ക് ആയതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും ഭക്തർ പിന്നീട് മടങ്ങി പോവുക. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് അതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പർണശാലകൾ കെട്ടി ഇത്തരത്തിൽ തമ്പടിച്ച് ഇവിടെ കൂടാറുള്ള ഒരു സാഹചര്യം അടക്കം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നിലവിൽ പമ്പയിൽ നിന്നും മണിക്കൂറിൽ 7,000-ഓളം ഭക്തരാണ് സന്നിധാനത്തേക്ക് വരുന്നത്. ഇനിയുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിലും കൂടുതൽ ആകാൻ തന്നെയാണ് സാധ്യത. കാരണം കൂടുതൽ ആളുകൾ ഭക്തർ എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ മകരവിളക്ക് കാലം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ 5 ദിവസം, മകരവിളക്ക് ജനുവരി 14-നാണ്. അതിന് തൊട്ട് മുൻപുള്ള ഈ 5 ദിവസത്തിന് ഉള്ളിൽ കൂടുതൽ ഭക്തർ എത്തും തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ജനുവരി 12-ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. അത് ജനുവരി 14-നാണ് സന്നിധാനത്ത് എത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായുള്ള ഒരു ഭക്തരുടെ പ്രവാഹം തന്നെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നും അവലോകന യോഗവും ചേരുന്നുണ്ട്. ഈ അവലോകന യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുക. നിയന്ത്രണം അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ അവലോകന യോഗത്തിൽ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള കൃത്യമായ നിയന്ത്രണം ഉണ്ടാകും. കാനനമേട് വഴി കൂടുതൽ ഭക്തർ ഇപ്പോൾ എത്തുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടാകും. ഇങ്ങനെ പർണശാല കെട്ടി കൂടുതൽ തമ്പടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പർണശാല കിട്ടുമ്പോൾ ഇവിടെ അടുപ്പ് കൂട്ടി കത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിനൊക്കെ തന്നെ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇപ്പോൾ മകരവിളക്കിനോടനുബന്ധിച്ച് പ്രതിദിനം 1,00,000-ഓളം ഭക്തരാണ് എത്തുന്നത്. അതായത് പോലീസിൻ്റെ കണക്കാണ് 95,690 എന്നുള്ളത്. പക്ഷേ അനൗദ്യോഗിക കണക്ക് എടുക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ 1,00,000-ൽ കൂടുതൽ ഭക്തർ എത്തുന്നുണ്ട്. ഇന്നലെ 95,690, അതിന് തൊട്ട് മുൻപുള്ള ദിവസവും ഏകദേശം 91,333 ഭക്തർ എത്തി. അതിന് മുൻപുള്ള 3 ദിവസങ്ങളിൽ 1,00,000 കടന്നിരുന്നു. അതായത് 1,50,000-ഓളം ഭക്തർ ആ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നു. ഇനിയും പ്രതിദിനം 1,00,000-ഓളം ഭക്തർ ഇവിടേക്ക് എത്തുമ്പോൾ പലപ്പോഴും നിയന്ത്രണങ്ങൾ പാളുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരക്കൂട്ടം വഴി ഇങ്ങോട്ട് കൂടുതൽ മണിക്കൂറുകൾ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതിനൊന്നും തന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഭക്തർ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരക്കൂട്ടം വഴി ഓരോ ബാച്ചുകളായിട്ടാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തി വിടുന്നത്. അപ്പോൾ അവർ മണിക്കൂറുകൾ അത്തരത്തിൽ ക്യൂ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അതൊന്നും തന്നെ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കുടിവെള്ളവും ലഘുഭക്ഷണവും അടക്കം വിതരണം ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ പല ഇടങ്ങളിലും അത് ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും ഭക്തരെ സംബന്ധിച്ച് വലിയ ഒരു
തീർച്ചയായും ശിവദാസ്, അത് ഇപ്പോൾ തന്നെയാണ് ഈ അനുഭവിക്കുന്നുണ്ട് ഘട്ടത്തിൽ എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ടത്. അയ്യനെ കാണാൻ ഇങ്ങനെ ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുമ്പോഴും അവർക്ക് വേണ്ട ആവശ്യ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ശബരിമലയിൽ ഉണ്ടാകുന്നില്ല. ഈ ലഘുഭക്ഷണവും അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിനുള്ള കുടിവെള്ളവും ഒക്കെ ഈ ഒരുക്കുമെന്ന് പറയുമ്പോഴും അവിടെ അതൊന്നും ലഭ്യമാക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 95,690 പേരാണ്. പക്ഷേ അതിലേറെ പേർ എത്തിയിട്ടുണ്ടെന്നാണ് ശിവദാസ് കന്മനം പ്രേക്ഷകരുമായി പങ്കുവച്ച ഏറ്റവും പുതിയ വിവരം.